ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്രക്കിടെ ഒരു പാസഞ്ചർ ട്രെയിൻ പോകുന്നത് കണ്ടു. ആ ട്രെയിനിൽ യാത്രക്കാർ വാതിലിൽ തൂങ്ങിക്കിടന്ന് യാത്ര ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് രാവിലെയും വൈകിട്ടും ഒക്കെ ലോക്കൽ ട്രെയിനുകളിലെ സ്ഥിരം കാഴ്ചകളാണിത്. അതുകൊണ്ട് വലിയ പുതുമയൊന്നും കാണാനുമില്ല, പറയാനുമില്ല. എന്നാലും കേരളത്തിൽ ഇത് അപൂർവ കാഴ്ചയാണ്. പലപ്പോഴും ടിക്കറ്റ് റിസർവ് ചെയ്യാത്ത യാത്രക്കാർ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറാൻ വരുമ്പോൾ ട്രെയിനിനുള്ളിൽ സൂചി കുത്താൻ ഇടം കാണില്ല. ട്രെയിൻ പൂർണ്ണമായും യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കും. നിവൃത്തിയില്ലാതെ എങ്ങനെയെങ്കിലും വലിഞ്ഞു കയറി അപകടം ഉണ്ടാകുന്ന വിധം തന്നെ ഏത് നിമിഷവും താഴേക്ക് വീണ് മരിക്കാമെന്ന രീതിയിൽ വാതിലിൽ തൂങ്ങിക്കിടക്കും. പണ്ട് ബസ്സുകളിലൊക്കെ ഫുട്ബോളിൽ തൂങ്ങിക്കിടന്ന ചെറുപ്പക്കാർ യാത്ര ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ യാത്ര ചെയ്യാൻ ബസ്സിലെ ജീവനക്കാർ അനുവദിക്കാറില്ല. മാത്രമല്ല, ബസ്സുകളിലെല്ലാം ഡോറുമുണ്ട്. ബസ് മൂവ് ചെയ്യുന്നതിന് മുൻപ് തന്നെ യാത്രക്കാർ കയറി കഴിഞ്ഞാൽ ഡോർ അടയ്ക്കും. ഒട്ടുമിക്ക ബസ്സുകളിലും ഓട്ടോമാറ്റിക് ഡോറാണുള്ളത്. അത് ഡ്രൈവർമാർക്ക് മാത്രമേ അടയ്ക്കാൻ പറ്റുള്ളൂ, അടയ്ക്കാനും തുറക്കാനും. അപ്പോൾ അത്ര സുരക്ഷിതമായിട്ടാണ് ബസ്സുകൾ യാത്ര ചെയ്യുന്നത്. ട്രെയിനിലും വാതിലിൽ ഡോറുണ്ടെങ്കിലും അത് അടയ്ക്കാൻ പലപ്പോഴും പറ്റുകയില്ല. യാത്രക്കാർ തൂങ്ങിക്കിടക്കുമ്പോൾ എങ്ങനെ അടയ്ക്കും? ഇത് ലജ്ജാകരമാണ്, ലോക ജനതയ്ക്ക് അപമാനമാണ്. ഇതൊരു കണക്കിന് പറഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനം കൂടിയാണ്. പൈസ വാങ്ങി ടിക്കറ്റ് എടുപ്പിച്ചിട്ട് അപകടമില്ലാതെ യാത്ര ചെയ്യാനും ഇരിക്കാൻ സീറ്റ് നൽകാനും റെയിൽവേ ബാധ്യസ്ഥരാണ്. അതിന് റെയിൽവേ തയ്യാറാവണം. ടിക്കറ്റിന്റെ പൈസയും വാങ്ങിച്ചിട്ട് മാടുകളെ പോലെ കുത്തി നിറച്ചുകൊണ്ട് പോകുമ്പോൾ പ്രതികരിക്കാൻ ഇവിടുത്തെ ഒരു ജനപ്രതിനിധിക്കും കഴിയുന്നില്ലെന്നതും അങ്ങേയറ്റം ഖേദകരമാണ്. അതങ്ങനെ ജനപ്രതിനിധികൾക്ക് മികച്ച യാത്രാ സൗകര്യമുണ്ട്. യാത്രക്കാരുടെ ആവശ്യത്തിനുള്ള ട്രെയിനുകൾ അനുവദിക്കുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം. അതുപോലെ റെയിൽവേ സ്റ്റേഷൻ കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുക്കുമ്പോൾ സീറ്റ് നമ്പർ കൂടി നൽകണം. സീറ്റിംഗ് കപ്പാസിറ്റിയിൽ മാത്രമേ ടിക്കറ്റുകൾ കൊടുക്കാവൂ. അങ്ങനെയും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകും. യാത്രക്കാരെ നിർത്തിക്കൊണ്ടു പോകേണ്ട രീതി അവസാനിപ്പിക്കാൻ സാധിക്കും. റിസർവേഷൻ എടുക്കുമ്പോൾ സീറ്റ് നമ്പർ നൽകുന്നത് പോലെ സാധാരണ ടിക്കറ്റ് എടുക്കുമ്പോഴും സീറ്റ് നമ്പർ നൽകണം. അതാണ് വേണ്ടത്.